പ്രമുഖമായ സ്ഥാനത്തേക്ക് കഴിവാണ് മുഖ്യം, എക്സ്പീരിയൻസ് ആണ് മുഖ്യം, അല്ലെങ്കിൽ അനുഭവ സമ്പത്താണ് മുഖ്യം, അറിവാണ് മുഖ്യം. കഴിഞ്ഞ ദിവസം മനോരമയിൽ വന്ന ഒരു വാർത്തയുടെ ചില വിശദാംശങ്ങൾ, അതായത് BJP സംഘടനാ നേതാവ് കാർഷിക സർവകലാശാല VC എന്ന് പറഞ്ഞുകൊണ്ട് മലയാള മനോരമ ഒരു കാർഡ് കൊടുത്തു. അത് സംബന്ധിച്ച് വാർത്തകൾ കൊടുത്തു. അത് പിൻപറ്റിക്കൊണ്ട് മലയാള മാധ്യമങ്ങളൊക്കെ തന്നെ നിരത്തി അല്ലെങ്കിൽ പോസ്റ്റിട്ടു വാർത്തകൾ ചെയ്തു. BJP പ്രവർത്തകയായ അല്ലെങ്കിൽ BJP അനുഭാവിയായ ഒരു സംഘടനാ നേതാവ് കേരള കാർഷിക സർവകലാശാല KAU കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ VC ആയി മാറുന്നു. ഗവർണർ അത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചത് എന്തിന് എന്നാണ് ചോദിക്കുന്നത്. BJP അനുഭാവി ആയതുകൊണ്ട്, BJP നേതാവായതുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് BJP സംഘടനാ പ്രവർത്തനമുള്ളതുകൊണ്ട് അവരുടെ അറിവും കഴിവും ഒന്നും ഇല്ലാതാകുന്നില്ല എന്നുള്ള ന്യായമായ കാര്യം, അല്ലെങ്കിൽ വളരെ വ്യക്തമായ കാര്യം മറച്ചു വെച്ചുകൊണ്ട് അതിലും രാഷ്ട്രീയം കണ്ടെത്തുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. ഇത് വളരെയധികം വിമർശന വിധേയമായിട്ടുണ്ട്. BJP സംഘടനാ നേതാവായതുകൊണ്ട് മാത്രമാണോ ഡോക്ടർ സജിത റാണിയെ കാർഷിക സർവകലാശാല VC ആക്കിയത് എന്ന് ചോദിക്കുന്നു. ഒരിക്കലുമല്ല. അവരുടെ കഴിവ്, അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ അറിവ്, അവരുടെ ഗവേഷണ പരിചയം, അവരുടെ ഭരണപരിചയം ഒക്കെ കണക്കാക്കി തന്നെയാണ് അവർ BJP നേതാവ് ആണെങ്കിൽ കൂടി അവരെ ആക്കിയത്. കാരണം അവരുടെ രാഷ്ട്രീയമല്ല അവിടെ വിഷയം, കാർഷിക സർവകലാശാലയെ നന്നായി മുമ്പോട്ട് നയിക്കൽ തന്നെയാണ്. കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജിലെ ഡീനാണ് അവർ. സീനിയോറിറ്റിയിൽ മുൻപന്തിയിലുള്ള അധ്യാപികയാണ്. UGC നിഷ്കർഷിക്കുന്ന എല്ലാ യോഗ്യതാ മാനദണ്ഡങ്ങളും ഒത്തുചേർന്നതുമായ അധ്യാപികയാണ് ഡോക്ടർ സജിത റാണി. ഇതിനു മുൻപ് വെള്ളനിക്കര കാർഷിക കോളേജ് ഡീൻ ആയിരുന്നു ഡോക്ടർ സജിത. ഇവരെ ഈ മാധ്യമങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഡീൻ കുര്യാക്കോസ് എന്ന് പേരിട്ടിരിക്കുന്നത് പോലെ ഓസടിച്ച് കിട്ടിയതല്ല അവരുടെ ഡീൻ സ്റ്റാറ്റസ്. ഡീൻ കുര്യാക്കോസ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവുണ്ടല്ലോ, UGC അഫിലിയേഷനുള്ള അംഗീകൃത കോളേജിൽ നിന്ന് PhDയോടുകൂടി 15 വർഷത്തെ അധ്യാപന പരിചയം, അതിൽ തന്നെ 5 വർഷത്തിൽ കുറയാതെയുള്ള പ്രൊഫസർഷിപ്പ്, നിശ്ചിത പോയിന്റുകളോടുകൂടിയ റിസർച്ച് സ്കോർ, അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് വിജയിച്ച് PSC പരീക്ഷയും എഴുതി അവിടെയും വിജയിച്ച് ജോലി നേടി ഉത്തരവാദിത്തത്തോടെ ആ ജോലിയിൽ തുടർന്ന് യാതൊരു ബ്ലാക്ക് മാർക്കുമില്ലാതെ സർവീസിന്റെ അവസാന കാലത്തേക്ക് അടുക്കുന്ന കഴിവ് തെളിയിച്ച ഒരു സബ്ജക്ട് എക്സ്പെർട്ടും അധ്യാപികയുമാണ് ഡോക്ടർ സജിത റാണി. അങ്ങനെയുള്ള ഒരു അധ്യാപികയെക്കുറിച്ചാണ് അവരുടെ പുതിയ സ്ഥാനലബ്ധി സംബന്ധിച്ച് വാർത്ത കൊടുക്കുമ്പോൾ അവരുടെ രാഷ്ട്രീയം മാത്രം ഹൈലൈറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയ കാർഡ് പോസ്റ്റ് ചെയ്യുന്നത് ഇത് മനോരമയുടേതുപോലുള്ള മാധ്യമങ്ങളുടെ എന്ത് തരത്തിലുള്ള മാധ്യമ പ്രവർത്തനമാണ് എന്ന് മനസ്സിലാകുന്നില്ല എന്ന് ഒരു സുഹൃത്ത് കുറിപ്പെഴുതിയിരിക്കുന്നു. BJPക്കാർക്ക് മതിയായ യോഗ്യതയുണ്ടെങ്കിൽ അവരെ VC എന്നല്ല ഏത് ഉന്നത പദവികൾ അലങ്കരിക്കുന്നതിൽ നിന്നും ഒരു കോടതിയും ഒരു നിയമവും ഈ രാജ്യത്ത് വിലക്കിയിട്ടില്ല. അങ്ങനെയുള്ളിടത്തോളം മനോരമയല്ല ഏത് മാധ്യമമായാലും കുറച്ചുകൂടി മണികെട്ടിയവന്മാരുണ്ടെങ്കിലും അവർ കിടന്ന് ഉറഞ്ഞു തുള്ളിയാലും ശരി, അർഹതയുണ്ടെങ്കിൽ അവർക്ക് നിയമനം ലഭിച്ചിരിക്കും എന്നാണ് ഇന്നലെ വന്ന മനോരമയുടെ കാർഡ് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ സുഹൃത്ത് ഈ ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അവിടെ രാഷ്ട്രീയമല്ല മാനദണ്ഡം. അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അവരുടെ സംഘടനയുടെ ആളുകൾ ആരൊക്കെ എന്നൊന്നും കണക്കാക്കിയല്ല. അവർ പഠിച്ച് നല്ല മാർക്ക് വാങ്ങി നല്ല രീതിയിൽ ജോലി നേടി, നല്ല രീതിയിലുള്ള റിസർച്ച് സ്കോർ നേടി, ഡോക്ടറേറ്റ് നേടി, PhD നേടി, അങ്ങനെയുള്ള കഴിവും പ്രാപ്തിയുമുള്ള ഒരു വനിതയാണ്, ഒരു സ്ത്രീയാണ്. സത്യം പറഞ്ഞാൽ മനോരമയുടെ ഈ വാർത്ത ഒരു സ്ത്രീ വിരുദ്ധത കൂടി അതിനകത്തുണ്ട്. സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്നു എന്നൊക്കെയാണല്ലോ മനോരമയും ഒക്കെ തന്നെ പറയാറ്. അപ്പം ഇത്തരത്തിൽ ഉള്ള വാർത്തകൾ ഇങ്ങനെ വളച്ചൊടിച്ച് വികൃതമായി നൽകുമ്പോൾ നിങ്ങളുടെ മാധ്യമ ധർമ്മം, നിങ്ങളുടെ മാധ്യമ പ്രവർത്തനം, നിങ്ങളുടെ മാധ്യമ പാരമ്പര്യം എത്രത്തോളം ചെറുതായി പോകുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ചീഞ്ഞു നാറുന്നു എന്നുള്ള കാര്യം കൂടി മനോരമ പോലുള്ള മാധ്യമങ്ങൾ പരിശോധിക്കണം. BJPക്കാരി ആയതുകൊണ്ടോ, BJP സംഘടനാ നേതാവായതുകൊണ്ടോ, BJP സംഘടനാ നേതാവ് കേരള കാർഷിക സർവകലാശാല VC ആയിക്കഴിഞ്ഞാൽ കാർഷിക സർവകലാശാല തകർന്നു പോവുകയും ഒന്നുമില്ല. അല്ലെങ്കിൽ അതിന് നിയമപരമായി അങ്ങനെ BJP സംഘടനാ നേതാവിനെ VC ആക്കാൻ പറ്റില്ല എന്ന് നിയമമൊന്നുമില്ല. നിയമവിരുദ്ധമായിട്ടല്ല ഗവർണർ പ്രവർത്തിച്ചത്, നിയമവിധേയമായിട്ട് തന്നെ അർഹതയുള്ള ആളിന് തന്നെയാണ് ഡോക്ടർ സജിത റാണിക്ക് ഈ ഒരു സ്ഥാനം, നിയമനം നൽകിയത്. അത് കൃത്യമായി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അവർക്കറിയാം. കൃത്യമായി തന്നെ അതിൽ ഇടപെടാനും കാര്യങ്ങൾ മുമ്പോട്ട് നയിക്കാനുമൊക്കെ ചാൻസലർ സ്ഥാനത്തുള്ള ഗവർണറുണ്ട്. അതിന് മനോരമ അധികം മഴ കൊള്ളേണ്ട കാര്യമില്ല എന്നേ ഇത്തരം മാധ്യമങ്ങളോട് പറയാനുള്ളൂ. മനോരമയെ ചൂണ്ടിക്കാട്ടിയെന്നേ ഉള്ളൂ. പല മാധ്യമങ്ങളും ഇത്തരത്തിൽ തന്നെയാണ് വാർത്തകൾ നൽകിയത് എന്നത് ഖേദകരം തന്നെ.